ഗൈസ് അല്ലോട്ടൊരു പെട്ടെന്നൊരാഗ്രഹം എന്താണല്ലേ പായസം കുടിക്കണം അത്രേ. നമ്മുടെ പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ. അപ്പൊ ഇപ്പൊ പായസം ഉണ്ടാക്കാൻ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുമല്ലോ. അപ്പൊ ഞാനിതാ എൻ്റെ അല്ലോട്ടൻ്റെ ആഗ്രഹം നിറവേറ്റാൻ പോവാണ് ഗൈസ്. അപ്പൊ ഞാനിതാ നെയ്യിട്ട് അതിലേക്ക് സേമിയും കാഷ്യും മുന്തിരി ഇട്ടിട്ട് ആദ്യം നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് എന്തായാലും നമ്മൾ നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് വരുന്ന വരെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അതിലേക്ക് കേട്ടോ. അപ്പൊ നെയ്യിലാണ് നമ്മൾ ഇളക്കേണ്ടത്. നമുക്ക് നെയ്യിൽ തന്നെയാണ് ഇളക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഞാൻ എന്താ ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ അത് ഇളക്കി അല്ലോട്ടിന് മാത്രമായതുകൊണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് എനിക്കും കൂടി കുടിക്കാമല്ലോ, ഞങ്ങൾ എല്ലാവർക്കും ബാക്കി ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കുടിക്കും കേട്ടോ. അങ്ങനെ ഞാൻ അതാ അതിലേക്ക് ഒരു പാക്ക് പാലും കൂടിയും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ 1.5 പാക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാക്കിൽ എൻ്റെ സേമിയം വെന്ത് കിട്ടിയില്ലേ ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ അതിനെ 1.5 പാക്കിലേക്ക് മാറ്റിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ അതാ പാലും ഇട്ട് അതിനെ കുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലത് കുറുകി വരുന്ന സമയത്ത് എന്ത് ചെയ്തു, കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, ചിലവർക്ക് മധുരം കുറച്ച് കൂടുതൽ വേണം, ചിലവർക്ക് കുറവ് വേണം, അതൊക്കെ നമ്മുടെ ഓപ്ഷൻ ആണല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഇഷ്ടത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ആദ്യം ഏലക്കായ ഒന്നും ഇടണ്ടെന്നാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതായിട്ട് ഒഴിവാക്കണ്ടല്ലോ വെച്ച് കുറച്ച് ഏലക്കയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മിൽക്കി മിസ്റ്റ്, നമ്മുടെ പായസത്തിൻ്റെ എല്ലാം ടേസ്റ്റ് കൂട്ടുന്ന പ്രധാന ഐറ്റം ആണല്ലോ ഇതിലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പറഞ്ഞതാ എൻ്റെ പായസയുടെ ഏകദേശം എല്ലാം ഫുള്ള് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അല്ലൂട്ടന് കൊടുത്തു നോക്കാം. അല്ലൂട്ടന് കൊടുത്തപ്പോൾ അല്ലൂട്ടൻ കുടിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ സൂപ്പറാണെന്ന് പറഞ്ഞിട്ടൊക്കെ കൈ കാട്ടുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.